പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലും കർത്താവ് നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് സമാധാനത്തോടെ ഒരു പ്രാവശ്യം കൂടെ വചനവുമായി നിർത്തുവാൻ കർത്താവിന് പ്രസാദം തോന്നി ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. ജീവിതത്തിൽ പലവിധமான പരീക്ഷയിൽ കൂടിയൊക്കെ നാം കടന്നു പോകുന്നവരാ നമ്മൾ ഓരോരുത്തരും. എന്നാൽ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, കർത്താവ് നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ബലഹീനത കടന്നു വരുന്നോ അപ്പോഴൊക്കെയാണ് നമ്മെ പരീക്ഷിക്കാൻ പിശാച് കടന്നു വരുന്നത്. ഒരിക്കലും പാപം ചെയ്യാനുള്ള വഴി കർത്താവ് കൊണ്ടുവരത്തില്ല, അത് പിശാച് കൊണ്ടുവരുന്ന. പരീക്ഷയിൽ കൂടി കടന്നുപോയ യോബ് ഭാര്യ പറഞ്ഞു, പിന്നെയും ഈ ദൈവത്തെ എന്തിനാണ് ആശ്രയിക്കും വിശ്വസിച്ചും ഉറച്ചും മുൻപോട്ട് നടക്കുന്നത്? ഈ ദൈവത്തെ മുറുകെ പിടിക്കാൻ എങ്ങനെ തോന്നുന്നു? യോബ് ഒരിക്കലും അത്തരം കൊണ്ട് പാപം ചെയ്തില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്തുകളിൽ നാം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 2-3 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം കർത്താവിന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്കെതിരെയും ദൈവിക വഴികളിൽ നടക്കുന്നവർക്കെതിരെയും പിശാച് അടുത്തു വരും. 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ് കർത്താവിൻ്റെ അടുത്ത് പൈശാചിയൻ കടന്നു വന്ന്. അവിടെയുള്ള പുരോഹിതന്മാരുടെയും മതപണ്ഡിതന്മാരുടെയും അടുത്തെങ്ങും പൈശാചിയൻ കടന്നു എന്നില്ല. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞത് ദൈവമാ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്നത് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. കർത്താവ് തന്ന പരീക്ഷയോടുകൂടെ പോക്കുവഴിയുമുണ്ട്. നമ്മുടെ കർത്താവ് പരീക്ഷയെ ജയിച്ചവനാ. വചനം കൊണ്ട്, അതുകൊണ്ടാ പറയുന്നേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങളും കൊണ്ട് ജീവിക്കുന്നു. കർത്താവ് ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാ. ഏതെല്ലാം രീതിയിൽ പരീക്ഷിക്കപ്പെട്ടു. കർത്താവിന് വിശന്നുമ്പോൾ വേണേ പറയാം അപ്പമാകാൻ. പക്ഷെ കർത്താവ് പറഞ്ഞില്ല. പരീക്ഷയെ ജയിക്കാനുള്ള ഏക വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് നമുക്ക് പാപത്തെ ജയിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കണമെന്ന് നമ്മൾ പലപ്പോഴും പാടുന്നത്. പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അതിനെ ജയിക്കാനുള്ള ഒരു ആത്മബലം നമുക്ക് തരും. നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ ജയിക്കാൻ നമുക്ക് കഴിയും. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവ് നമുക്ക് വഴി തുറക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തരും. അങ്ങനെയുള്ളൊരു ബലം നമ്മുടെ ഉള്ളിൽ പകരും. സാഹചര്യമൊന്നും തമ്പുരാനൊരു വിഷയമല്ല. സാഹചര്യം നോക്കിയാൽ ഞാനും നിങ്ങളും ഇവിടെ വരെ ഒരിക്കലും എത്തുകയില്ലായിരുന്നു. കേരളത്തിൽ ആയിക്കൊള്ളട്ടെ, സാരഭാത്ത് ആയിക്കൊള്ളട്ടെ, അവിടെയും കർത്താവ് നമുക്ക് വേണ്ടി വഴി തുറക്കാൻ ശക്തനാ. കർത്താവ് വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ കർത്താവിൻ്റെ അടുത്ത് അതിന് പരിഹാരമുണ്ട്. കലങ്ങി മറിയുന്ന യോർദാൻ ആയിക്കൊള്ളട്ടെ, ഇതിനെല്ലാം ജയിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പാടുന്ന പാട്ട്, കർത്താവെ ശക്തി പകരണമേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാ. ആ ബലമില്ലാതെ ഒരു ചുവട് പോലും മുൻപോട്ട് വെക്കാൻ കഴിയത്തില്ല. പാപമൊഴികെ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട കർത്താവ് അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോയവരോടും സഹതാപം കാണിക്കുകയും ചെയ്യുന്നവനാ. നമ്മളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവന് അവസാനം വരെ നമ്മളെ നടത്തുവാൻ ശക്തനാ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. നമുക്കൊരു ബലഹീനത ഉള്ളപ്പോൾ ഇവിടെ നിൽക്കുന്നവരെല്ലാം വിട്ട് മാറിപ്പോയാലും നമ്മുടെ കർത്താവ് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ദൈവമാ, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവമാ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം തരുന്ന പരീക്ഷയ്ക്ക് ദൈവത്തിൻ്റെ അടുത്ത് അതിനുള്ള പരിഹാരമുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തിയെല്ലാം തക്ക സമയത്ത് കരുണ കാണിക്കുന്ന കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.